ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രഭാഷകൻ 37 അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. പ്രഭാഷകൻ 37 അധ്യായത്തിലെ ഒന്നാമത്തെ ശീർഷകം എന്ത്? ഉത്തരം: യഥാർത്ഥ സ്നേഹിതൻ. ചോദ്യം 2. എന്ത് എല്ലാവരും പറയും എന്നാണ് പ്രഭാഷകൻ 37:1 പറയുന്നത്? ഉത്തരം: ഞാനും നിന്റെ സ്നേഹിതനാണെന്ന്. ചോദ്യം 3. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ ആരാണ്? ഉത്തരം: ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ്. ചോദ്യം 4. ആര് ശത്രുവായി മാറുന്നതാണ് മരണതുല്യമായ ദുഃഖമല്ലേ എന്ന് ചോദിക്കുന്നത്? ഉത്തരം: സ്നേഹിതൻ ശത്രുവായി മാറുന്നത്. ചോദ്യം 5. പ്രഭാഷകൻ 37:3 ചോദിക്കുന്ന ചോദ്യം ഏത്? ഉത്തരം: ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? ചോദ്യം 6. ചില സ്നേഹിതന്മാർ ആരുടെ സന്തോഷത്തിലാണ് ആനന്ദിക്കുന്നത്? ഉത്തരം: കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു. ചോദ്യം 7. ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ എപ്പോഴാണ് അവനെതിരായി തിരിയുന്നത്? ഉത്തരം: ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയുന്നു. ചോദ്യം 8. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: ഉദരപൂരണത്തിന് വേണ്ടിയാണ്. ചോദ്യം 9. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും എപ്പോഴാണ് അവർ അവനു വേണ്ടി പരിചയായി നിൽക്കുന്നത്? ഉത്തരം: യുദ്ധം വരുമ്പോൾ അവർ അവനു വേണ്ടി പരിചയായി നിൽക്കും. ചോദ്യം 10. ആരെ മറക്കരുത് എന്നാണ് പ്രഭാഷകൻ 37:6 പറയുന്നത്? ഉത്തരം: സ്നേഹിതനെ മറക്കരുത്. ചോദ്യം 11. എപ്പോൾ സ്നേഹിതനെ അവഗണിക്കരുത് എന്നാണ് 37:6 പറയുന്നത്? ഉത്തരം: നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. ചോദ്യം 12. എല്ലാ ഉപദേശകരും എന്ത് നൽകുന്നു എന്നാണ് 37:7 പറയുന്നത്? ഉത്തരം: എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു. ചോദ്യം 13. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം എന്താണ്? ഉത്തരം: ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ചോദ്യം 14. ആരെ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് പ്രഭാഷകൻ 37:8 പറയുന്നത്? ഉത്തരം: ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ചോദ്യം 15. ആദ്യം ഉപദേശകൻ്റെ എന്ത് ഗ്രഹിക്കണം എന്നാണ് പറയുന്നത്? ഉത്തരം: ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം. ചോദ്യം 16. ഉപദേശകൻ നിന്നെ എന്ത് ചെയ്തെന്നു വരാം എന്നാണ് 37:8 പറയുന്നത്? ഉത്തരം: അവൻ നിന്നെ ചതിച്ചെന്നു വരാം. ചോദ്യം 17. എന്തായിരിക്കാം ഉപദേശകൻ്റെ ഉന്നം എന്നാണ് പറയുന്നത്? ഉത്തരം: സ്വാർത്ഥലാഭമായിരിക്കാം അവൻ്റെ ഉന്നം. ചോദ്യം 18. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. അവൻ ആര്? ഉത്തരം: ഉപദേശകൻ. ചോദ്യം 19. എന്ത് പറഞ്ഞിട്ടാണ് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ ഉപദേശകൻ മാറി നിൽക്കുന്നത്? ഉത്തരം: നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട്. ചോദ്യം 20. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാണാനാണ് ഉപദേശകൻ മാറി നിൽക്കുന്നത്? ഉത്തരം: നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ. ചോദ്യം 21. ആരോട് ഉപദേശം ചോദിക്കരുത് എന്നാണ് 37:10 പറയുന്നത്? ഉത്തരം: നിന്നെ സംശയിക്കുന്നവനോട്
ഉപദേശം ചോദിക്കരുത്. ചോദ്യം 22. ആരോടാണ് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത്? ഉത്തരം: അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. ചോദ്യം 23. അസൂയാലുവിനോട് എന്ത് വെളിപ്പെടുത്തരുത് എന്നാണ് 37:10 പറയുന്നത്? ഉത്തരം: നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. ചോദ്യം 24. സ്ത്രീയോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: അവളുടെ പ്രതിദ്വന്ദ്വിയെപ്പറ്റി. പ്രതിദ്വന്ദ്വി എന്ന വാക്കിൻ്റെ അർത്ഥം ശത്രു, വിരോധി, എതിരാളി എന്നിങ്ങനെയാണ്. ചോദ്യം 25. ആരോടാണ് യുദ്ധത്തെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? ഉത്തരം: ഭീരുവിനോട്. ചോദ്യം 26. ഭീരുവിനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: യുദ്ധത്തെപ്പറ്റി. ചോദ്യം 27. വ്യാപാരിയോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: വിലയെപ്പറ്റി. ചോദ്യം 28. ആരോടാണ് വിലയെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? ഉത്തരം: വ്യാപാരിയോട്. ചോദ്യം 29. ആരോടാണ് വിൽപ്പനയെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? ഉത്തരം: വാങ്ങുന്നവനോട്. ചോദ്യം 30. വാങ്ങുന്നവനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: വിൽപ്പനയെപ്പറ്റി. ചോദ്യം 31. വിദ്വേഷിയോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: നന്ദിയെപ്പറ്റി. ചോദ്യം 32. ആരോടാണ് നന്ദിയെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? ഉത്തരം: വിദ്വേഷിയോട്. ചോദ്യം 33. ക്രൂരനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: കരുണയെപ്പറ്റി. ചോദ്യം 34. ആരോടാണ് കരുണയെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? ഉത്തരം: ക്രൂരനോട്. ചോദ്യം 35. അലസനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: അധ്വാനത്തെപ്പറ്റി. ചോദ്യം 36. ആരോടാണ് അധ്വാനത്തെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? ഉത്തരം: അലസനോട്. ചോദ്യം 37. ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി. ചോദ്യം 38. ആരോടാണ് ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? ഉത്തരം: ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട്. ചോദ്യം 39. മടിയനായ ദാസനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: വലിയ ഉദ്യമത്തെപ്പറ്റി. ചോദ്യം 40. ആരോടാണ് വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? ഉത്തരം: മടിയനായ ദാസനോട്. ചോദ്യം 41. ഇത്തരക്കാരോട്, അതായത് മുകളിൽ പറഞ്ഞവരോട് എന്ത് തേടരുത് എന്നാണ് പറയുന്നത്? ഉത്തരം: ഉപദേശം തേടരുത്. ചോദ്യം 42. ആരോടാണ് എപ്പോഴും ഒട്ടി നിൽക്കേണ്ടത്? ഉത്തരം: ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. ചോദ്യം 43. എന്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക എന്നാണ് 37:13 പറയുന്നത്? ഉത്തരം: നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക. ചോദ്യം 44. പ്രഭാഷകൻ 37:13 ചോദിക്കുന്ന ചോദ്യം ഏത്? ഉത്തരം: നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക.
അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ചോദ്യം 45. ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്? ഉത്തരം: സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. ചോദ്യം 46. ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന എത്ര പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എന്നാണ് 37:14 പറയുന്നത്? ഉത്തരം: 7 പേരേക്കാൾ. ചോദ്യം 47. എന്തിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക എന്നാണ് 37:15 പറയുന്നത്? ഉത്തരം: എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന്. ചോദ്യം 48. എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം: അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. ചോദ്യം 49. പ്രഭാഷകൻ 37-ാം അധ്യായത്തിലെ 2ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം: യഥാർത്ഥ ജ്ഞാനി. ചോദ്യം 50. എന്താണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം? ഉത്തരം: ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. ചോദ്യം 51. എല്ലാ ഉദ്യമവും എന്തിൻ്റെ തുടർച്ചയാണ്? ഉത്തരം: എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചോദ്യം 52. ചിന്ത എവിടെയാണ് വേരൂന്നിയിരിക്കുന്നത്? ഉത്തരം: ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. ചോദ്യം 53. ചിന്തയ്ക്ക് എത്ര ശാഖകളാണ് ഉള്ളത്? ഉത്തരം: ചിന്തയ്ക്ക് 4 ശാഖകളുണ്ട്. ചോദ്യം 54. ചിന്തയുടെ 4 ശാഖകൾ ഏതെല്ലാം? ഉത്തരം: നന്മയും തിന്മയും, ജീവനും മരണവും. ചോദ്യം 55. ചിന്തയ്ക്ക് 4 ശാഖകളുണ്ട്. നന്മയും തിന്മയും, ജീവനും മരണവും. എന്താണ് ഇവയുടെ നിയന്താവ്? ഉത്തരം: നാവാണ് ഇവയുടെ നിയന്താവ്. ചോദ്യം 56. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ആരുണ്ട് എന്നാണ് 37:19 പറയുന്നത്? ഉത്തരം: മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. ചോദ്യം 57. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ആരായാണ് പെരുമാറുന്നത്? ഉത്തരം: സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. ചോദ്യം 58. ആർക്കും ശത്രുക്കളെ സമ്പാദിക്കാം എന്നാണ് 37:20 പറയുന്നത്? ഉത്തരം: വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. ചോദ്യം 59. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. എന്താണ് അവൻ്റെ അനുഭവം? ഉത്തരം: പട്ടിണിയാണ് അവൻ്റെ അനുഭവം. ചോദ്യം 60. ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് ആരെ അനുഗ്രഹിച്ചില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: വാചാലതയുള്ളവനെ. ചോദ്യം 61. എന്തുകൊണ്ടാണ് കർത്താവ് വാചാലതയുള്ളവനെ അനുഗ്രഹിച്ചില്ല എന്ന് പറയുന്നത്? ഉത്തരം: ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട്. ചോദ്യം 62. തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം എവിടെയാണ് ഒതുങ്ങുന്നത്? ഉത്തരം: അവൻ്റെ വാക്കുകളിൽ ഒതുങ്ങും. ചോദ്യം 63. ആരുടെ ജ്ഞാനമാണ് അവൻ്റെ വാക്കുകളിൽ ഒതുങ്ങും എന്ന് പറയുന്നത്? ഉത്തരം: തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം. ചോദ്യം 64. ജ്ഞാനി ആരെയാണ് ഉപദേശിക്കുന്നത്? ഉത്തരം: സ്വന്തം ജനത്തെ ഉപദേശിക്കും. ചോദ്യം 65. ജ്ഞാനിയുടെ വിവേകത്തിൻ്റെ ഫലം എന്താണ്? ഉത്തരം: അവൻ്റെ വിവേകത്തിൻ്റെ ഫലം വിശ്വസനീയമാണ്. ചോദ്യം 66. ജ്ഞാനിയുടെ മേൽ എന്താണ് കുന്നുകൂടുന്നത്? ഉത്തരം:
സ്തുതി കുന്നുകൂടും. ചോദ്യം 67. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ വിളിക്കുന്നത് എന്ത്? ഉത്തരം: കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും. ചോദ്യം 68. ആരുടെ ദിനങ്ങൾ പരിമിതമാണ് എന്നാണ് 37:25 പറയുന്നത്? ഉത്തരം: മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ്. ചോദ്യം 69. മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ്. ആരുടെ ദിനങ്ങൾ സംഖ്യാതീതവും എന്നാണ് പറയുന്നത്? ഉത്തരം: ഇസ്രായേലിൻ്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ചോദ്യം 70. ജ്ഞാനി ആരുടെ മധ്യേയാണ് ആദരം നേടുന്നത്? ഉത്തരം: ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. ചോദ്യം 71. ജ്ഞാനിയുടെ നാമം എന്താകും എന്നാണ് 37:26 പറയുന്നത്? ഉത്തരം: അവൻ്റെ നാമം അനശ്വരമാകും. ചോദ്യം 72. മകനെ എപ്പോൾ ആത്മശോധന നടത്തുക എന്നാണ് പറയുന്നത്? ഉത്തരം: ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ചോദ്യം 73. മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്? ഉത്തരം: ഹാനികരമായത് ചെയ്യരുത്. ചോദ്യം 74. ആർക്ക് എല്ലാം നന്നല്ല എന്നാണ് പറയുന്നത്? ഉത്തരം: എല്ലാവർക്കും എല്ലാം നന്നല്ല. ചോദ്യം 75. എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവരും എല്ലാം എന്തു ചെയ്യുന്നുമില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ചോദ്യം 76. എന്തിൽ അതിരു കവിഞ്ഞ അഭിനിവേശം അരുത് എന്നാണ് 37:29 പറയുന്നത്? ഉത്തരം: ആഡംബരത്തിൽ അതിരു കവിഞ്ഞ അഭിനിവേശം അരുത്. ചോദ്യം 77. എന്തിൽ ആർത്തി കാണിക്കരുത് എന്നാണ് 37:29 പറയുന്നത്? ഉത്തരം: ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. ചോദ്യം 78. അമിതാഹാരം എന്തിന് കാരണമാകുന്നു എന്നാണ് 37:30 പറയുന്നത്? ഉത്തരം: രോഗത്തിന് കാരണമാകുന്നു. ചോദ്യം 79. പ്രഭാഷകൻ 37:30 അനുസരിച്ച് എന്താണ് രോഗത്തിന് കാരണമാകുന്നത്? ഉത്തരം: അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. ചോദ്യം 80. പ്രഭാഷകൻ 37:30 അനുസരിച്ച് ദഹനക്ഷയമുണ്ടാക്കുന്നത് എന്ത്? ഉത്തരം: അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു. ചോദ്യം 81. അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് 37:31 പറയുന്നത് എന്ത്? ഉത്തരം: അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചോദ്യം 82. അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് എന്തുണ്ടാകും എന്നാണ് 37:31 പറയുന്നത്? ഉത്തരം: ദീർഘായുസ്സുണ്ടാകും. ചോദ്യം 83. പ്രഭാഷകൻ 37:31 അനുസരിച്ച് എന്ത് നിയന്ത്രിക്കുന്നവനാണ് ദീർഘായുസ്സുണ്ടാകുന്നത്? ഉത്തരം: അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും.